രചന ഗംഗോത്രി. ഭാഗം 6. കഥ അവതരണം സ്മിത രാജൻ, പാല. ഗംഗ ആകെ അസ്വസ്ഥയായിരുന്നു. 40 കോടിയാണ് ശിവറാമന് മുമ്പിൽ കാണിക്കുന്നില്ല എങ്കിലും അവൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അവൾ വേഗം അമ്മയുടെ മെഴുകു പ്രതിമയുടെ അരികിലേക്ക് പോയി. തൻ്റെ കണ്ണിലേക്ക് അമ്മ നോക്കുന്നത് പോലെ അവൾക്ക് തോന്നി. എന്തിനായിരുന്നു എന്നെ തനിച്ചാക്കിയത്? അമ്മയുടെ മനസ്സിൽ എല്ലാ ഭാരവും പേറി അമ്മ അങ്ങ് പോയി. ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് അമ്മ ചിന്തിച്ചോ? അമ്മ കാണുന്നുണ്ടോ എന്നെ? ഉണ്ടെങ്കിൽ എനിക്ക് കാണിച്ചു തരണം അവനെ. എൻ്റെ കൺമുമ്പിൽ കാണണം. അമ്മയ്ക്കറിയോ ഞാനന്ന് എത്ര ഭയന്നുവെന്ന്? അയാൾ എൻ്റെ അരികിൽ വന്ന് എൻ്റെ വസ്ത്രങ്ങൾ വലിച്ചു പൊക്കി. ഞാൻ എൻ്റെ അമ്മയെ ഉറക്കെ വിളിച്ചു. അയാൾ എൻ്റെ വായ പൊത്തിപ്പിടിച്ചു. എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അമ്മേ ആ വേദന. എന്തിനാ അയാൾ അങ്ങനെയൊക്കെ ചെയ്തത്? അയാൾക്ക് എന്നോട് ദേഷ്യമുണ്ടായിരുന്നെങ്കിൽ എന്നെ തല്ലിയാൽ മതിയായിരുന്നില്ലേ? അയാൾക്കും ഒരു മോളില്ലേ അമ്മേ? അവളെ ഇങ്ങനെയാണോ ഉപദ്രവിക്കുന്നത്? പിന്നീട് എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് പേടിയായിരുന്നു. ആരെങ്കിലും അങ്ങനെ ഉപദ്രവിച്ചാലോ എന്നുള്ള പേടി. എനിക്ക് വെറുപ്പാണമ്മേ. എൻ്റെ പപ്പ മാത്രമേ നല്ലതായുള്ളൂ. കൊച്ചു കുട്ടികളോട് പോലും കാമം തോന്നുന്നത് എന്തിനാ അമ്മേ? എനിക്കറിയാം എല്ലാവർക്കും അവൻ്റെ പോലെ മാനസിക വൈകല്യം ഉണ്ടാവില്ല. ഈ പ്രണയം, വിവാഹം അതൊന്നും എനിക്ക് പറ്റില്ല. അതൊരു നിർബന്ധമല്ല അല്ലേ അമ്മേ? അപ്പോഴാണ് അവളുടെ ഫോൺ വൈബ്രേറ്റ് ചെയ്തത്. പറയ് തമ്പി. മാഡം, ക്യാഷ് എന്ത് ചെയ്യണം? തമ്പി അതുമായി മടിവാളയിലേക്ക് പോകണം. നമ്മുടെ വണ്ടിയിൽ തന്നെ. കൂടെ 2-3 പേരെ വിളിച്ചു. അവിടെ ക്ലാര എന്ന ഒരു സ്ത്രീ വരും. അവർ പറയുന്ന സ്ഥലത്തേക്ക് പോവുക. പിന്നെ അയാളെ പറഞ്ഞു വിടണം. പോകുമ്പോൾ ഒരു 5 ലക്ഷം രൂപ കൊടുത്തേര്. കാർലോസിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമ്മളെ അറിയിക്കാൻ പറയണം. ഗംഗ ഫോൺ വെച്ചു. അവൾ വേഗം ശിവറാമിൻ്റെ അടുത്തേക്ക് ചെന്നു. പപ്പാ. എന്താടി, നീ ഹാപ്പിയല്ലേ? ഇനി എന്താ അടുത്ത സ്റ്റെപ്പ്? ശിവറാം ചോദിച്ചു. പപ്പ അറിഞ്ഞൂല്ലേ? ഞാൻ തമ്പിയെ വിളിച്ചായിരുന്നു. പാവം, അയാൾ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. നീ കണ്ണിച്ചോരയില്ലാത്തവളല്ലേ? അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഈ ചോരയൊന്നും ഞാൻ ആരുടെയും കണ്ണിൽ കണ്ടില്ലല്ലോ പപ്പ. ആ പുല്ലിൻ്റെ പുറത്തിട്ട് എൻ്റെ പുറത്ത് തുട്ടാവാടിയുടെ മുള്ളുകൾ കുത്തിക്കയറിയപ്പോൾ ഞാൻ കരഞ്ഞപ്പോൾ അയാൾ എൻ്റെ കവിളത്തടിച്ചു. അന്ന് എൻ്റെ അടുത്ത് വന്ന ആരുടെയും കണ്ണുകളിൽ ഞാൻ ഈ ചോര കണ്ടില്ല. ഗംഗ ദേഷ്യത്തിൽ മുറിയിൽ നിന്നിറങ്ങിപ്പോയി. ശിവറാം സങ്കടത്തോടെ മുഖം കുനിച്ചിരുന്നു. അതിനെപ്പറ്റി ഓർമ്മിക്കുന്നത് പോലും തനിക്കോ അവൾക്കോ ഇഷ്ടമല്ല. എന്നിട്ടും അറിയാതെ അയാൾക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി. പാവം, എന്തൊക്കെ അനുഭവിച്ചു. അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരുന്ന കുട്ടികൾക്ക് ഭാവിയിൽ എന്തൊക്കെ ദുരനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വന്നേക്കാം. രഞ്ജിനിയുടെ മരണം അവളുടെ ജീവിതത്തിലെ 2ാമത്തെ ഷോക്കായിരുന്നു. അവളെ വളർത്താൻ ഒരുപാട് പാടുപെട്ടു. എല്ലാവരെയും പേടിയായിരുന്നു അവൾക്ക്. വീട്ടിൽ തനിച്ചിരുത്തി എങ്ങോട്ടും പോകാൻ വയ്യാത്ത അവസ്ഥ. പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ഓരോ പ്രായത്തിലും പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ആരുമില്ലാതെ താൻ നിസ്സഹായനായി നോക്കി നിന്ന അവസ്ഥ. ഒടുവിൽ മറ്റൊരു കല്യാണം കഴിക്കാൻ എല്ലാവരും നിർബന്ധിച്ചതാണ്. പക്ഷേ വേറൊരമ്മ വരുന്നത് ഗംഗമോൾക്ക് ഇഷ്ടമല്ലായിരുന്നു. യാദൃശ്ചികമായിട്ടാണ് വൈഗ തൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. അന്ന് ഓഫീസിൽ നിന്ന് മടങ്ങുന്ന വഴിയാണ് ഫാദർ മാർട്ടിൻ വിളിച്ചത്. തൻ്റെ കളിക്കൂട്ടുകാരനും സഹപാഠിയുമായിരുന്ന മാർട്ടിൻ. തൻ്റെ സ്ഥലത്തെ പള്ളിയിലെ ഇടവക വികാരിയായി മാർട്ടിനായിരുന്നു വന്നത്. ഫാദർ വിളിച്ചപ്പോൾ ആ സംസാരത്തിൽ നിന്ന് എന്തോ അത്യാവശ്യമാണെന്ന് മനസ്സിലായിരുന്നു. പള്ളിമേടയിൽ ചെന്നപ്പോൾ തന്നെ കാത്ത് ഫാദർ അവിടെ നിൽപ്പുണ്ടായിരുന്നു. കപ്പ്യാരും മറ്റൊരു സ്ത്രീയും സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നത് കണ്ടു. മാർട്ടിൻ തന്നെ വിളിച്ചുകൊണ്ട് പള്ളിമുറിയിലേക്ക് പോയി. ഡാ ശിവ, ഒരു സംഭവം ഉണ്ടായി. ഞാനും കപ്പ്യാരും കൂടി വൈകുന്നേരം നടക്കാൻ പോയതാ. അപ്പോഴാണ് മീനച്ചിലാറ്റിലേക്ക് ഒരു സ്ത്രീ എടുത്തു ചാടുന്നത് കണ്ടത്. കപ്പ്യാര് നീന്തൽ വശമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എടുത്തു ചാടി ആ സ്ത്രീയെ രക്ഷിച്ചു. കപ്പ്യാര് 2-3 സ്ത്രീകളെ വിളിച്ചുകൊണ്ട് വന്നു. ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പോഴാണ് ആ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീക്ക് ആ പെൺകുട്ടിയെ പരിചയമുണ്ടെന്ന് പറഞ്ഞത്. ഏതോ ഇല്ലത്തെ കുട്ടിയാണത്രേ. ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്ന് അതിൻ്റെ വീട്ടിലറിഞ്ഞാൽ ആ ഇല്ലത്തുള്ളവർ മുഴുവൻ കൂടി ആത്മഹത്യ ചെയ്യുമത്രേ. അതുകൊണ്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഞാൻ പള്ളിമേടയിലേക്ക് കൊണ്ടുവന്നു. ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ വന്ന് പരിശോധിച്ചു. അവൾക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരേ കരച്ചിലാണ്. അവളെ രക്ഷിച്ച എന്നോടാണ് അവൾക്ക് ദേഷ്യം കൂടുതൽ. ശിവറാം അതെല്ലാം കേട്ടു നിന്നു. പാവം, സഹായിക്കാൻ ചാടി പുറപ്പെട്ടപ്പോൾ ഒന്നും നോക്കിയില്ല. ആരെങ്കിലും അറിഞ്ഞാൽ എന്തൊക്കെ കഥകൾ മെനയുമെന്നും അറിയില്ല. അപ്പോഴാണ് കപ്പ്യാർ പറഞ്ഞു പേടിപ്പിച്ചത്. ബ്രാഹ്മണ പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. പള്ളിയിലെ അച്ഛൻ കൂടെ ചാടി. പിന്നെ എന്തൊക്കെ കഥകളാകുമെന്ന് പറയാതെ അറിയാമല്ലോ. ആ പെണ്ണ് കരച്ചിൽ നിർത്തിയിട്ട് ഒന്നും പറയും. ഞാനിപ്പോൾ എന്ത് വേണമെന്നാ ഫാദർ പറയുന്നത്?
നീ ഈ പരീക്ഷണത്തിൽ നിന്ന് എന്നെ ഒന്ന് മോചിപ്പിക്കണം. ആ പെണ്ണിനോട് സംസാരിച്ച് കാര്യം അറിയണം. എന്നിട്ട് അതിനെ പറഞ്ഞ് വീട്ടിൽ വിടണം. അല്ലെങ്കിൽ നീ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം, ഫാദർ പറഞ്ഞു. ശിവറാം അവളുടെ മുറിയിലേക്ക് ചെന്നു. തുടരും.